ഗ്രീൻ പീസ് കറി ഉണ്ടാക്കാനായിട്ട് ഞാൻ ആദ്യം 1 കപ്പ് ഗ്രീൻ പീസാണ് എടുത്തേക്കുന്നത്. ഇത് ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ചതാണ്. ഒരു 6-7 മണിക്കൂർ സോക്ക് ചെയ്യുക. സോക്ക് ചെയ്ത ശേഷം വെള്ളം കളഞ്ഞു വെച്ചേക്കുന്നതാണ്. ഇതിലേക്ക് സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, 1.5 കപ്പ് വെള്ളവും കൂടി ചേർത്ത് വേവിക്കാവുന്നത്. ഇനി ഇത് അടച്ചു വെച്ചതിന് ശേഷം 1 വിസിൽ വരെ ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുക. അതിനുശേഷം തീ കുറച്ച് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുക. പ്രഷറെല്ലാം പോയി. ഇനി ചെക്ക് ചെയ്യാം. നന്നായി വെന്തിട്ടുണ്ട്. കുറച്ച് ഭാഗം നന്നായി ഇങ്ങനെ ഉടച്ചെടുക്കുക. അതിൻ്റെ അകത്ത് കിടക്കുന്ന സവാളയും തക്കാളിയും എല്ലാം നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ടാകും. ഇനി ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഉപ്പെല്ലാം പാകത്തിനുണ്ട്. നമുക്കിതിലേക്ക് കടുക് പൊട്ടിക്കാം. കടായി വെക്കാം. എണ്ണ ചൂടായി. 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. ഇതിലേക്ക് 3 അരി ചുവന്നുള്ളി ചേർക്കാം. അതിലേക്ക് 2 വറ്റൽമുളക് കീറിയിടാം. കടായിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഈ ഗ്രീൻ പീസ് കൂടി ചേർത്ത് ഇതടച്ച് വെച്ച് മൂടി വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് ഗ്രീൻ പീസിൻ്റെ ഫ്ലേവർ എല്ലാം ഇറങ്ങും. ഇനി ഒരു പാത്രത്തിലേക്ക് നമുക്ക് സെർവ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കിയ ഈ ഗ്രീൻ പീസ് കറി വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാണ്. എന്നാൽ വളരെ രുചിയുള്ളൊരു കറിയാണ്. ഇത് നമുക്ക് ചപ്പാത്തി, പൂരിയുടെ ഒപ്പമൊക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ്. ഇത് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം പറയുക. താങ്ക് യു.